ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1983. ഇന്ന് ജൂൺ മാസം 5-ാം തീയതി, 156-ാമത്തെ ദിവസത്തിലെത്തി. സ്കൂൾ മൈതാനത്ത് രണ്ട് കുട്ടികൾ തമ്മിൽ വലിയ തർക്കത്തിലെത്തി. പരസ്പരം അത് കയ്യാങ്കളിയിലെത്തുമെന്നായപ്പോൾ പ്രധാന അധ്യാപിക ഓഫീസിലേക്ക് വിളിപ്പിച്ചു. താൻ പറഞ്ഞതാണ് ശരിയെന്ന വാദത്തിൽ രണ്ടു കുട്ടികളും ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ പരസ്പരം മുഖാമുഖം നിന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ നടുവിൽ ആ അധ്യാപിക ഒരു മരക്കുതിര എടുത്തു വെച്ചു. എന്നിട്ട് അവരോട് അതിന്റെ നിറം എന്താണെന്ന് ചോദിച്ചു. ഒന്നാമൻ പറഞ്ഞു കറുപ്പ്. അവനെ പുച്ഛിച്ചുകൊണ്ട് രണ്ടാമൻ പറഞ്ഞു വെളുപ്പ്. അധ്യാപിക പറഞ്ഞു, നിങ്ങൾ ഇനി ഇരുവരും പരസ്പരം വശം മാറി ഒന്ന് നിൽക്കുക. എന്നിട്ട് വീണ്ടും ടീച്ചർ ചോദിച്ചു, കുതിരയുടെ നിറം ഇപ്പോഴെന്താണ്? ഒന്നാമൻ കറുപ്പെന്ന് പറഞ്ഞവൻ പറഞ്ഞു വെളുപ്പാണ്. വെളുപ്പെന്ന് പറഞ്ഞവൻ രണ്ടാമൻ പറഞ്ഞു കറുപ്പാണ്. എന്താണ്? ആ കുതിരയുടെ ഓരോ വശത്തും ഓരോ നിറമാണ് പൂശിയിരിക്കുന്നത്. എന്തുമാത്രം തർക്കങ്ങളാണ് കുട്ടികൾക്കിടയിൽ, മുതിർന്നവർക്കിടയിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ. മറുവശത്തുനിന്നുകൂടി ചിന്തിച്ചാൽ മിക്ക പ്രശ്നങ്ങളും അവസാനിക്കത്തില്ലേ? എല്ലാ തർക്കങ്ങളും എന്തിനു വേണ്ടി തുടങ്ങുന്നറിയാമോ? എല്ലാ തർക്കങ്ങളും തുടങ്ങുന്നത് ഏതാണ് ശരി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പിന്നീട് തർക്കം മുറുകി ഒരു പാതി കഴിയുമ്പോൾ ഒരു ആപത്തിലെത്തുന്നുണ്ട്. ഏതാണ് ശരി എന്ന ഉദ്ദേശം, ലക്ഷ്യം മാറി ആരാണ് ശരി എന്നതിലേക്ക് എത്തുകയാണ്. ആശയത്തെ വിട്ട് വ്യക്തിയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി ഓരോരുത്തരും ഈ തർക്കത്തില് അവനവന്റെ ഈഗോ സംരക്ഷിക്കാനായിട്ട് മുതിരുകയാണ്. മുതിർന്നവർക്കിടയിലും കുഞ്ഞുങ്ങൾക്കിടയിലും ഇതൊക്കെ ആവർത്തിക്കുമ്പോൾ നമ്മൾക്ക് സ്കൂൾ കാലത്തെ കുറെ കൂടി ഹൃദ്യമായിട്ടൊന്ന് രൂപാന്തരപ്പെടുത്താൻ പറ്റും. പരസ്പരം തർക്കിക്കാൻ തുടങ്ങുമ്പോഴേ വാതിലുകളെല്ലാം അടച്ചെന്നാണ് പറയുക. ഓരോരുത്തരും തങ്ങളുടെ ഉള്ളിലേക്കുള്ള വാതിലുകളൊക്കെ അടയ്ക്കുക. അകത്തേക്കും ഇനി ആവത്തില്ല, പുറത്തേക്കും പോകത്തില്ല. അത്രത്തോളം ഇടുങ്ങിയ ഒരു ജയിലനുഭവത്തിലേക്ക് ഓരോരുത്തരും അവനവനെ എത്തിക്കുന്നതിന്റെ പേരാണ് തർക്കം. ഒന്ന് പുറത്ത് കിടക്കുക, കുറെ കൂടി വിശാലതമായ ഒരു ആകാശത്തെ ശരിക്കും ഹൃദയത്തിലേറ്റാം സ്വപ്നം കാണാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.